മാല ഇടണ്ട, അല്ലാ അത് കല്യാണത്തിന്. ഇതൊക്കെ മഹാവിഡ്ഢിത്വങ്ങളിൽപ്പെട്ടതാ. ആരും തങ്ങന്മാരുടെ കത്തിലൊന്നും മാല ഇടണ്ട. മാല സ്ത്രീകൾക്കിടുന്നതാ. ചില ഇൽമുകൾ പറഞ്ഞ പിന്നെ ആളുകൾ അങ്ങനെ. ഈ മാല, ഈ ബാഡ്ജ് എന്ന് പറയുന്നത് അലങ്കാരത്തിനല്ല. സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആരാണ് വരുന്നത്, നമ്മൾ ക്ഷണിച്ച ആളാണോ അല്ലാത്ത ആളാണോ തിരിച്ചറിയാൻ വേണ്ടിയാണ് ബാഡ്ജ് കൊടുക്കുന്നത്. അത് നേരത്തെ കൊടുക്കണം. എന്നിട്ട് വോളണ്ടിയർ നോക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റും. അതിനാണ് ബാഡ്ജ്. സ്റ്റേജ് കയറിയിട്ട് കഴുത്തിൽ മാലിട്ട് കൊടുക്കുക, ഇത് മഹാവിഡ്ഢിത്വമാണ്. ഇനി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ചെയ്യോ? ഇല്ല. ഇല്ല എന്ന് പറയും. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തൊരു മാലിന്യമാണ് ഈ ലൈറ്റ് പൊല്യൂഷൻ. ഞാൻ ഇതിനെ പറ്റിയല്ല പറയുന്നത്, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് മനസ്സിലാക്കാനും നമ്മുടെ ആയുസ്സിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. 600 കോടി ജനങ്ങളുള്ളതിൽ 100 കോടി ജനങ്ങൾ മാത്രമേ ഇവിടെ ജീവിക്കാവൂ. ബാക്കിയുള്ളവരൊന്നും ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളരുതെന്നവരല്ല, കൊള്ളാവുന്നവരല്ല എന്ന് വിശ്വസിക്കുന്നൊരു വിഭാഗമുണ്ട്. അവരാണ് ഇത്തരം സാധനങ്ങളൊക്കെ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനുഷ്യനെ കൊല്ലുന്ന സാധനങ്ങളാണിതൊക്കെ. ലൈറ്റ് പൊല്യൂഷനാണ് ഒട്ടേറെ രോഗങ്ങൾക്കിന്ന് കാരണം. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നൊരു ബൾബുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചുവന്ന ഒരു കമ്പി കഷ്ണം കത്തും, അതുകൊണ്ട് ശല്യമില്ല. പിന്നെ ഫ്ലൂറസെന്റ് വന്നു, അതിനുശേഷം പിന്നെ ഒരു LED വന്നു. ഇതൊക്കെ എല്ലിടിക്കുന്ന സാധനമാണ്, എല്ലിടിച്ചു കൊല്ലും. അത് ഹലോജിൻ, ഇതൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കാം, അപ്പൊ തിരിച്ചിങ്ങോട്ട് വരും. ഇത് മനുഷ്യന്റെ കണ്ണിലൂടെ കയറിയാൽ അത് ഹാർട്ടിലെത്തുകയും കിഡ്നി തകരാറാക്കുകയും ഹാർട്ട് തകരാറാക്കുകയും ഒരുപാട് അസുഖങ്ങളുണ്ടാക്കും. എന്തിനാണ് ഇത്രമാത്രം ഭീമാകാരമായ വെളിച്ചം? അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും ഒരു സദസ്സിലും അങ്ങനെ ചെയ്യരുത്. മങ്ങിയ വെളിച്ചത്തിലിരുന്നാൽ മതി. സൗരോർജം എത്ര പാകത്തിലാണ് വരുന്നത്. അത് സൂര്യനിലേക്ക് നോക്കിയിരിക്കാനും പാടില്ല. സൂര്യ നമസ്കാരം എന്ന് പറയുന്നതും മഹാവിഡ്ഢിത്വത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു കാര്യമാണത്. സൂര്യനെതിരെയാണ് മനുഷ്യൻ നിൽക്കേണ്ടത്. സൂര്യരശ്മികൾ കണ്ണിലേക്ക് നേരിട്ട് പതിയരുത്. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പും സന്ധ്യാസമയത്തും സൂര്യനിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ത്വരീക്കത്തുണ്ട്, സൂര്യ ത്വരീക്കത്ത്. ശംസുവിന്റെ ത്വരീക്കത്തല്ല. ഇയാളെ പേര് ശംസു എന്ന്, പീഡന്റെ പേര് സൂര്യ എന്ന്. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യൻ എന്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ. എന്താണോ മറ്റുള്ളവർ ചെയ്യുന്നത് അത് കണ്ടങ്ങ് ചെയ്യുക. അതെനിക്ക് ആവശ്യമുണ്ടോ, എനിക്ക് ഉപകാരപ്രദമാണോ എന്ന് ഓരോ വസ്തുവിനെക്കുറിച്ചും മനുഷ്യൻ ചിന്തിക്കണം. ഒരാൾ വെള്ളം കുടിക്കുന്നത് അയാൾക്ക് ദാഹിച്ചിട്ടാണ്. എനിക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ കുടിക്കേണ്ടതില്ല. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചിട്ട് വേണം അവൻ പ്രവർത്തിക്കാൻ. അല്ലാഹു തആല മനുഷ്യനെ പടച്ചത് മൃഗങ്ങളെപ്പോലെയല്ല, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യൻ. തൊപ്പി കച്ചവടക്കാരന്റെ തൊപ്പിയെല്ലാം പെറുക്കി കുരങ്ങന്മാര് കൊണ്ടുപോയപ്പോ തിരിച്ചു കിട്ടാൻ അദ്ദേഹം എടുത്ത സൂത്രം അറിയാമല്ലോ. പഴയ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അറിയുന്നവരാരുണ്ടോ? തലയിലുള്ളൊരു തൊപ്പി എടുത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോ എല്ലാ കുരങ്ങും തിരിച്ച് ഇങ്ങോട്ട് എറിഞ്ഞു. ഇതാണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അയാൾ എന്താണോ ചെയ്യുന്നത് അത് ഞാനും ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. അപ്പൊ ആരോ ലൈറ്റ് വെച്ചു, അത് ബ്രേക്ക് ഡാൻസ് നടത്തുന്നവര്, ആളുകളെ മേനി കാണിക്കുന്നവര്, അങ്ങനത്തെ സിനിമാറ്റിക് ഡാൻസ് നടത്തുന്നവര്, അവര് ചെയ്യുന്നതാണ് ഈ വലിയ ലൈറ്റുകളും ഭീമാകാരമായ ശബ്ദങ്ങളൊക്കെ ആളുകളുടെ ചെവി പൊട്ടിക്കുന്നത്. ഇത്തരം സദസ്സുകളിൽ വേണ്ടത് ഈ ചെറിയ ബോക്സ് ഇങ്ങനത്തെ 4 എണ്ണം 4 മൂലയ്ക്ക് വെക്കുക. അപ്പൊ എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ കേൾക്കാം. ആരുടെയും ഹാർട്ട് പൊട്ടൂല, കിഡ്നി തകരാറാകൂല, കണ്ണ് കേടുവരൂല. ഈ പറഞ്ഞത് ഫോളോ ചെയ്യോ?